ഹലോ നമസ്കാരം. ക്ഷമിക്കണം, ഇത് ഉരുളിയല്ല കേട്ടോ, ഇതെൻ്റെ വീട്ടിലെ കിണറാ. ഞങ്ങൾ ഈ മിമിക്രിക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. മിമിക്രിക്കാരും തവളകളും ഒരുപോലെ എങ്ങനെ വലിച്ചെറിഞ്ഞാലും 4 കാലിൽ വീഴണം. തവള ജീവിക്കുന്ന എവിടെയാണ്? കുളത്തിൽ, പുഴയിൽ. അപ്പോൾ ഞങ്ങൾ മിമിക്രിക്കാർക്കും ഇടയ്ക്ക് ഒന്ന് വെള്ളത്തിൽ അല്ലെങ്കിൽ കുളത്തിൽ ജീവിക്കാം എന്നൊരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അതിന് വലിയ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. ഞാൻ എൻ്റെ വീട്ടിലെ ഈ കിണറിനകത്ത് ഇറങ്ങിയിരുന്ന് തന്നെ പഴയ ഓർമ്മകളിലേക്ക് ഊളിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇവിടെ ഒരു നെറ്റുള്ളതിൻ്റെ പേരിൽ വീട്ടുകാർ രക്ഷപ്പെട്ട് ഊളിയിടാൻ പറ്റിയില്ല. അങ്ങനെ ആ ഓർമ്മകളിലേക്ക് ഊളിയിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സംഗീതവും കുറച്ച് വരികളും ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും ഓർമ്മകളിൽ ഓളം തല്ലുമ്പോൾ ഉള്ളം തുളുമ്പുന്നു. അറിയാതെന്നുള്ളിൽ നിന്നും എവിടേക്കോ പോയ ബാല്യങ്ങൾ ഓടി വന്നെന്നെ തട്ടിയുണർത്തുമ്പോൾ നെഞ്ചു പിടയുന്നു, എൻ്റെ കണ്ണു നിറയുന്നു. ഞാൻ ജനിച്ചു വളർന്നത് ഈ വീട്ടിലല്ല. അത് ഏലൂർ എന്ന ഗ്രാമത്തിലുള്ള, എറണാകുളം ജില്ലയിലെ ഏലൂർ എന്ന കൊച്ചു ഗ്രാമത്തിലെ ഒരു കൊച്ചു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. അവിടെയാണ് എൻ്റെ തറവാട്. ഇപ്പോൾ ഇത് എറണാകുളം കലൂർ എളമക്കര നമ്മുടെ താന്നിക്കൽ കീർത്തി നഗർ റോഡിലാണ് ഈ വീട്. ഈ എറണാകുളത്ത് ജനിച്ചു വളർന്നതിൻ്റെ പേരിൽ ഒരു ഗുണം കിട്ടിയത്, മിമിക്രിയിൽ എന്തെങ്കിലുമൊക്കെ, സാധാരണ മിമിക്രി ഏറ്റവും കൂടുതൽ മിമിക്രിക്കാരുള്ളത് അല്ലെങ്കിൽ മിമിക്രിയെ വളർത്തിയത് എറണാകുളം ജില്ലയാണ്. എറണാകുളത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ മിമിക്രിക്കാരിന്ന് കേരളത്തിലുള്ളത്. പിന്നെ ഈ മിമിക്രിയിൽ നിന്നാണ് പലരും സിനിമയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തെയും എല്ലാ കൾച്ചറും പെട്ടെന്ന് ഈ സിറ്റിയിൽ ജീവിക്കുന്നവർക്ക് മനസ്സിലാവും. കാരണം എല്ലായിടത്തു നിന്ന് വരുന്ന ജനങ്ങൾ മിക്കവാറും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കോഴിക്കോടുകാരെ അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം ട്രിവാൻഡ്രം വരെയുള്ള ജനത്തിന് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരെല്ലാവരുടെയും ടേസ്റ്റ് എന്താണെന്നും അല്ലെങ്കിൽ അവരുടെ സ്റ്റൈൽ എന്താണെന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള അതായിരിക്കാം എറണാകുളത്ത് ജനിച്ചതൊന്നും കൊണ്ട് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ നമുക്ക് കുറേ ഗുണം കിട്ടിയിട്ടുണ്ട്. ഇത് കളമശ്ശേരി ജുമാ മസ്ജിദ്. പണ്ട് ഞാൻ ഈ സൈക്കിളിന് പോയി തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ശീലമാണ്. പിന്നെ ബൈക്കിന് പോകുമ്പോഴും ഇപ്പോൾ കാറിന് പോയാലും ഏത് വാഹനത്തിൽ പോയാലും എവിടെ പോയാലും ഈ പള്ളിയുടെ മുമ്പിൽ കൂടി ഞാൻ പാസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇറങ്ങാറുണ്ട്. ആ ഒരു ശീലം ഇനിയിപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ പാണ്ടിപ്പട എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് എഴുതിയൊരു പാട്ടുണ്ട്. ദിലീപ് ഹീറോ ആയിട്ട് അഭിനയിച്ച പടത്തിൽ, പഞ്ചായത്തിൽ ഹുങ്ക് പെരുത്തവൾ അരിവളോ. ഇതാണ് എൻ്റെ ഉമ്മിച്ചിയുടെ വീട്. ഇവിടെ നിന്നാണ് ഞാൻ വളർന്നത്. ഇത് എൻ്റെ ഒരമ്മാവൻ്റെ വീട്. എനിക്ക് ആകെ 4 അമ്മാവന്മാരുള്ളത്. അതിൽ മൂത്താൾ മരിച്ചുപോയി. ബാക്കി ഇനി 3 പേര് കൂടിയുണ്ട്. ഈ 3 അമ്മാവന്മാരുടെ കൂടെ നിന്നിട്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം ഇവിടെ ഈ വീട്ടിൽ നിന്നിട്ടായിരുന്നു. ഇവിടെ നിന്നിട്ടായിരുന്നു എൻ്റെ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു പുരോഗതി. കാരണം ഈ അമ്മമാരെല്ലാവരും കലാകാരന്മാരാണ്. ഒരാൾ പാട്ട് പാടും, ഒരാൾ തബല വായിക്കും. പിന്നെ മറ്റ് എല്ലാ അമ്മമാരും അത്യാവശ്യം പാട്ട് പാടുന്നതും ഈ കലാപരമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം മുൻപന്തിയിലാണ്. വരക്കും നന്നായിട്ട്. ഇവിടെ എൻ്റെ ഉമ്മിച്ചിയുടെ ഉപ്പ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, രാഷ്ട്രീയ നേതാവായിരുന്നു, പഞ്ചായത്ത് മെമ്പറായിരുന്നു. അതിനേക്കാളുപരി മറ്റുള്ള ഈ ഞങ്ങളിലുള്ള കലാപ്രവർത്തനങ്ങളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതുണ്ടായിരുന്നു. ഉപ്പായാണ് ആദ്യമായിട്ട് എനിക്കൊരു ഹാർമോണിയം വാങ്ങിച്ചു തന്നത്. പാട്ട് പഠിക്കണമെങ്കിൽ ഹാർമോണിയം വേണം, ശ്രുതി ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ വാശി പിടിച്ച് കരഞ്ഞപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഹാർമോണിയം വാങ്ങിച്ചു തന്ന് എന്നെ പാട്ടുകാരനാക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗുരുനാഥൻ്റെയൊക്കെ അടുത്ത് കൊണ്ട് ചേർത്തത്. അപ്പോൾ ഈ അമ്മമാരെ നമുക്കൊന്ന് പരിചയപ്പെടാമല്ലേ. ഇത്
ഇതാണ് എൻ്റെ അമ്മമാർ. ഇത് മൂത്ത മാമ, മൂത്ത ആൾ മരിച്ചുപോയി, രണ്ടാമത്തെ മാമ. ഇത് മൂന്നാമത്തെ മാമ, ഇത് ഏറ്റവും ഇളയ മാമ. ഇത് അഷ്റഫ് മാമ, ഞാൻ കൊച്ചു മാമ എന്ന് വിളിക്കും. ഇത് മജീദ് മാമ, ഇത് സലിയ മാമ. ഇതാണ് ഉമ്മ, ഉമ്മിച്ചിയുടെ ഉമ്മയാണ്. പക്ഷേ ഞാനിവിടെ നിന്നിട്ട് ഉമ്മയുടെ അടുത്ത് നിന്നിട്ടാണ്, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ, ഉമ്മയുടെ അടുത്ത് നിന്നിട്ടാണ് ഞാൻ വളർന്നത്. എന്നെ കുറേ ഈ വീടിൻ്റെ ചുറ്റിനിട്ട് ഉമ്മ കുറേ ഓടിച്ചിട്ടുണ്ട് അല്ലേ. ഉമ്മനെ കുറേ ഞാൻ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കുറേ കുളിക്കാനും പിന്നെ എന്തിനൊക്കെ ഉമ്മ ഓടിച്ചിരുന്നത്. ഇടയ്ക്ക് കാണാണ്ട് സിനിമക്ക് പോയിട്ട് ഒക്കെ തിരിച്ചു വരുമ്പോൾ അല്ലേ അടിക്കാനൊക്കെ ഓടിച്ചിട്ടുണ്ട് കുറേ. പിന്നെ വേറെ എന്തിനൊക്കെ ഓടിച്ചിട്ടാണ്? എല്ലാത്തിനും ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ സ്ഥിരം ഓടിച്ചിട്ടില്ല. അപ്പോൾ അന്നും എന്നെ ഓടിച്ചിട്ടാണ് ഉമ്മാക്ക് ഇപ്പോഴും ഈ ആരോഗ്യം അല്ലേ. അവനിക്ക് ഇവിടുന്ന് ചോറ് കൊടുത്താൽ തിന്നില്ല അവൻ. അതാണ് ഇവിടുന്ന് ചോറ് വേറെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം. പരോട്ട വീട്ടിൽ കൊണ്ടു കൊടുക്കണം ചോറ്, എന്നാലും അവൻ തിന്നുള്ളൂ. ഇവിടുന്ന് തിന്നില്ല. പിന്നെ എനിക്ക് പൊടിക്കുപ്പിയുടെ കൂടെ സിനിമക്ക് പോകണമെന്നും പറഞ്ഞ് പൊടിക്കുപ്പിയാ എന്നും പറഞ്ഞ് പൊടിക്കുപ്പി ആരാന്ന് പറഞ്ഞു കൊടുക്കുക. ആരാണെന്ന് പറ. പെണ്ണ്. എത്ര വയസ്സിലാണ്? പെണ്ണ് 4 പഠിക്കുമ്പോ പെണ്ണിനെ വിളിച്ച് ഞാൻ സിനിമക്ക് പോയി അല്ലേ. എന്നിട്ട് അണ്ട് വിട്ടില്ല. ഞാൻ വിട്ട് സിനിമക്ക് പോയി ഞങ്ങൾ രണ്ടുപേരും. ഉപ്പ വന്ന പിന്നെ വിട്ടുള്ളൂ. ഇല്ല, ഞാൻ പോയി വന്നപ്പോഴല്ലേ അടിച്ചത് എന്നെ പിടിച്ച്. പൊടിക്കുപ്പിയുടെ കൂടെ എന്തിനാ സിനിമക്ക് പോയെന്ന് ചോദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ തബല വായിക്കുന്നത് ഈ മാമയാണ്, മജി മാമ. ഇത് സലിയാമ്മ. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കൂടെ തന്നെ പാട്ടുണ്ട്. മാമയൊക്കെ പാടുന്ന കേട്ടിട്ടാണ്. പണ്ട് മാമ പാടാൻ വെച്ചിരുന്ന പല പാട്ടുകളും മാമയ്ക്ക് മുമ്പ് ഞാൻ കയറി സ്കൂളിൽ പാടിയിട്ടുണ്ട്. കാരണം മാമ പഠിച്ചിരുന്ന അത് സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ ഞാൻ മാമ സീനിയറായിട്ട് മാമ പാടാൻ വേണ്ടി വയ്ക്കുമ്പോൾ ഞാനത് അറിയില്ല. മാമ അറിയാതെ ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കേട്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് പഠിച്ചിട്ട് മാമ പാടാൻ വെച്ചിരുന്ന പാട്ട് അതിന് മുമ്പ് കയറി സ്കൂളിൽ പാടിയിട്ടുണ്ട്. അങ്ങനെ ചില പാരകളാണ്. ഇപ്പോൾ ആശ പറഞ്ഞ പോലെ ആശ കയറി അഡ്വാൻസ് ചെയ്ത് പാടുന്നതുകൊണ്ട് എനിക്ക് ആ പാട്ട് അവിടെ സ്കൂളിൽ പാടാൻ പറ്റാത്ത സ്ഥിതിയായി. അങ്ങനെ നാശ നന്നായി പാടും എന്ന് എനിക്ക് മനസ്സിലായതോടുകൂടി ഞാൻ പാട്ട് നിർത്തേ ആശാനെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടിയിലേക്ക് പിന്നെ ഞാൻ മാറുകയും ചെയ്തു. പിന്നെ എല്ലാ പ്രോഗ്രാമിനും ആശാന പരിപാടിക്ക് മജീദ് ഇക്കായും ഞാനും ഇക്കായും ഒക്കെ കൂടി പല പ്രാവശ്യവും പല സ്റ്റേജുകളിലും കൊണ്ട് നടന്ന് ഇങ്ങനെ പാട്ട് പാടിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു കൂനമാവ് ഒരു പരിപാടിക്ക് പോയി തിരിച്ചു വന്നപ്പോൾ കടത്ത് വഞ്ചി ഉണ്ടായില്ല. അന്ന് അക്കരെ നേരം വെളുക്കണ വരെ മടിയിലേക്ക് എടുത്ത് ഉറക്കി. അല്ല, വള്ളം കുത്തിക്കൊണ്ട് പോകുന്നില്ല നമ്മൾ. വേറൊരു വള്ളം കെട്ടിയിട്ടിരുന്നത് അഴിച്ചിട്ട് പോകുന്നില്ലേ, ആരാണ്ടിൻ്റെ വള്ളം. അവിടെ ആരോ വള്ളം കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ വള്ളം എടുത്ത് അത് അഴിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു. തുഴയാനായിട്ട് മറ്റേ പങ്കായൊന്നുമില്ല. കൈക്ക് അത് വേറെ ഏതോ കടവിലൊക്കെ പോയി അടുത്ത് തിരിച്ച്. അന്ന് ഇവന്റെ പാട്ട് സ്കൂളിലൊക്കെ അതേപോലെ പാടി പല പ്രൈസും കിട്ടിയപ്പോൾ ഫാദർ ഇവനെ ആദ്യമായിട്ട് ഫെസിലിറ്റിയുടെ ലളിതകല കേന്ദ്രത്തിൽ കൊണ്ടുപോയി പാട്ട് പഠിപ്പിക്കാൻ ചേർക്കുകയാണ്. അതിനകത്ത് സ്കൂളിലെ അധ്യാപകർക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. പിന്നെ ഇവനെ ചെറിയ ചെറിയ മത്സരങ്ങൾക്കെല്ലാം പങ്കെടുക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അപ്പോൾ ഇവനെ വിളിച്ച് പാട്ട് കേൾക്കുന്നത് ഫാദറിനൊരു സ്ഥിരം പരിപാടിയാണ്. ഫാദർ ഹാർട്ട് അറ്റാക്കായിട്ട് ജയനം ഹോസ്പിറ്റലിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കുമ്പോൾ അതിനകത്തേക്ക് ആരും ഞങ്ങളെ ഒന്നും കേട്ടില്ലായിരുന്നു. പക്ഷെ ഫാദർ വളരെ നിർബന്ധമായിട്ട് എനിക്ക് അവൻ്റെ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടറുടെ പ്രത്യേക പെർമിഷനോടുകൂടി ഇൻറ്റൻസീവ് കെയറിനകത്ത് കയറ്റി ഇതിൻ്റെ പാട്ട് കേട്ടു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഫാദർ മരിച്ചുപോയി. ചെറുപ്പം പോലെ ഇവൻ്റെ വീട്ടിൽ പോവില്ല, ഇവൻ ഇവിടെ നിന്നാണ് വളരുന്നത്. എങ്ങനെ എവന്റെ വീട്ടിലോട്ട് ഇവിടുന്ന് ഒരു ദിവസം ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ള തന്നെ അനിയന്മാരൊക്കെ തല്ലി ചമ്മന്തിയൊക്കെ. അപ്പൊ നിലയില്ലാതാന്നപ്പോ എന്റെ അവിച്ച് പറഞ്ഞ് നിങ്ങ ഒട്ടി ഇട്ടോടാന്ന് പറഞ്ഞു. അവിച്ചിട്ട നിങ്ങളടിക്കുമ്പോ നിങ്ങളൊട്ടി ഇട്ടോടാന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കുറെ കുരുത്തക്കേട് കൂടുതലുണ്ടായിരുന്നല്ലേ. ഞാനിപ്പോൾ എൻ്റെ എല്ലാ സ്റ്റേജിലും ആദ്യത്തെ പാട്ട് പാടുന്നത് ശങ്കര എന്ന് പറയുന്നത് ശങ്കരാഭരണത്തിലെ പാട്ട്. ഈ പാട്ടിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. കാരണം അതിന് ആ പാട്ടിനോടൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ മാമയാണ് എന്നെ ശങ്കരാഭരണം സിനിമ കൊണ്ടുപോയി കാണിച്ചിട്ട് ആ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ച് പഠിപ്പിച്ചത്. അപ്പോൾ ഒരു പ്രാവശ്യമൊന്നും കേട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ട്
നമുക്ക് പെട്ടെന്ന് കേട്ടില്ല. അന്ന് വീട്ടിൽ ടേപ്പ് റെക്കോർഡും ഇതൊന്നുമില്ല, റേഡിയോ ഒന്നുമില്ല. കാരണം ഇത് ഈ സിനിമ എത്രയോ പ്രാവശ്യം കാണിച്ചിട്ട് തന്നെയാണ് ആ പാട്ട് പഠിപ്പിച്ചത് തന്നു. അപ്പോൾ അതിൻ്റെ എന്നിട്ട് ആ സ്കൂളിൽ അത് പാടിയിട്ട് അന്ന് എനിക്ക് ഒരുപാട് പ്രൈസ് കിട്ടുക, അന്ന് ഒരുപാട് ജനങ്ങളുടെ അംഗീകാരം കിട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിന് കാരണക്കാരൻ മജിയമ്മയാണ്. അന്ന് ടേപ്പ് റെക്കോർഡ് വളരെ അപൂർവമാണ്. ഞാൻ എന്നിട്ട് ഒരു ചെറിയൊരു പരിചയമുള്ളവരെ ഓടിക്കോട്ടേഴ്സിൽ ഇവിടെ അടുത്തുള്ള അയാളുടെ അടുത്തുനിന്ന് ടേപ്പ് റെക്കോർഡും മേടിച്ച് അന്ന് സത്യം ശിവം സുന്ദരം എന്നുള്ളൊരു പാട്ട് അത് ഇവനെ പഠിപ്പിക്കണമെന്ന് നിർബന്ധം, എനിക്ക് വാശിയാണ്. അത് പഠിപ്പിക്കാൻ വേണ്ടി ഇത് ഇവിടെ ഈ സ്പോട്ടിലാണ് ഇവിടെ ഇരുത്തി അത് ഓൺ ചെയ്ത് ഇവനെ നിരന്തരം കേൾപ്പിച്ച് ഇങ്ങനെ. എനിക്ക് ടെൻഷനാണ്, ഇവൻ പഠിക്കാത്തവരും ഇടയ്ക്ക് ഭയങ്കര ഇതിൽ പിച്ചയൊക്കെ ചെയ്യുവനെ പഠിക്കണം, അത് അങ്ങനെയല്ല ഇങ്ങനെ അങ്ങനെ. എന്നിട്ടും എനിക്ക് തൃപ്തിയായില്ല. എന്നിട്ട് വേറെ കളമശ്ശേരിയിൽ വേറൊരു വീട്ടിൽ കൊണ്ടുപോയി. ഇതേ ടേപ്പ് റെക്കോർഡ് എന്നെ കൊണ്ടുപോയി വേറെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ നിന്നും ഇവനെ അത് പഠിപ്പിക്കാനായിട്ട് പ്രേരിപ്പിച്ച് വീണ്ടും കുറേയൊക്കെ അവനെ പഠിച്ച് അവനെ കുറിച്ച്. പക്ഷേ ലാസ്റ്റ് അവൻ പറയണേ, മാമ അത് ഗാനമേളക്ക് പാടാൻ പറ്റൂല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടത്, ആ പാടാൻ ഭയങ്കര ബുദ്ധിമുട്ട്, എനിക്ക് ഭയങ്കര നിരാശയായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. നീയെന്നും എന്നോടെ ഭാവന രോമാഞ്ചമായിരിക്കും. ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാലപ്പൂവായിരിക്കും. വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളെ ശ്യാമവർണ്ണൻ. വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളെ ശ്യാമവർണ്ണൻ.